ഹലോ, ഇന്ന് നമ്മൾ ആമിക്കുട്ടീൻ്റെ ചോറൂണാന്നേ. നമ്മൾ സ്വന്തം പറശ്ശിനി മുത്തപ്പൻ്റെ നടയിൽ വെച്ചിട്ട് മോൾക്ക് ചോറ് കൊടുക്കാനൊരു നേർച്ചയുണ്ട്. അപ്പം നമ്മളെല്ലാവരും നേരത്തെ എത്തി. 9 മണിക്കാണ് സമയം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പറശ്ശിനിക്കടവിൽ നേരത്തെ എത്തി. വലിയ തിരക്കൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മോളും അമ്മയെല്ലാം എത്തിയതാ. ആമിക്കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. 4 വയസ്സായി. പക്ഷേ അവർ 6 മാസം മുന്നേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുത്തപ്പൻ്റെ അടുത്ത് നിന്ന്, നമ്മളെ സ്വന്തം പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് കൊടുക്കണം എന്നുള്ളതൊരു നേർച്ചയാണ്. അങ്ങനെ ആമിക്കുട്ടീൻ്റെ അച്ചാച്ചൻ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ കൊടുക്കുന്നത്. അമ്മയോട് വേണ്ട 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 എന്ന് പറയുന്നുണ്ട്. ടേസ്റ്റ് അത്ര പിടിച്ചിട്ടില്ല മോക്ക്. അമ്മമ്മയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസാദവും എടുത്ത് പുറത്ത് ഒരു ചെറിയ റൂമുണ്ട്, അവിടെ നിന്നിട്ടാണ് ബാക്കി എല്ലാവരും കൊടുക്കുന്നത്. അപ്പം മോക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഭാഗ്യത്തിന് അവർ മൂന്നാളും കൊടുത്തപ്പോൾ എങ്ങനെയല്ലോ കഴിച്ചു. ലാസ്റ്റ് പിന്നെ കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നതാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പ്രസാദം നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. കുഞ്ഞുമോക്ക് കൊടുക്കാൻ വേണ്ടി അച്ചമ്മയാണ് ഫുള്ള് കാലിയാക്കിയത്, ഇല കാലിയാക്കിയത്. പിന്നെ മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ച്. കുഞ്ഞുമോക്ക് കിട്ടിയ പ്രസാദത്തിന് തേങ്ങയെല്ലാം നമുക്ക് എടുത്ത് തരുമായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞിട്ട്. കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രസാദമെല്ലാം കഴിച്ചിട്ട് പിന്നെ മോക്ക് ബോട്ട് പോകണമെന്ന് പറഞ്ഞു. പറശ്ശിനിയിലെ ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അപ്പം നമ്മളങ്ങനെ ബോട്ടിൽ കയറി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ഡാൻസും പാട്ടും കളിയൊക്കെ ആയിട്ട് മോള് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്കും കുഞ്ഞുമോളെ കിട്ടിയതുകൊണ്ട് പിന്നെ ഭയങ്കര സന്തോഷം തന്നെ. അമ്മയും മോളും എല്ലാം നല്ല കളിയാണ്. അച്ഛമ്മയും മോളും അമ്മയും എല്ലാവരും കൈകൊട്ടി കളിയൊന്നും പറയണ്ട, നല്ല അടിപൊളിയായി. മോളെ ചോറൂണ് അങ്ങനെ അടിച്ചു പൊളിച്ചു നമ്മൾ. പിന്നെ കണ്ട ഡാൻസ് എല്ലാം കളിക്കുന്നത് കണ്ട, പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇതാണ് നമ്മളെ ബോട്ടിലെ പുറത്തേക്കുള്ള വ്യൂ. നമ്മളെ മുത്തപ്പൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലമായത്. ബോട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി കാണാൻ. സത്യം പറഞ്ഞാൽ ബോട്ട് സർവീസ് തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത്. അത് മോക്ക് വേണ്ടിയിട്ട്. വെള്ളം കുറച്ച് പേടിയാണ്. ഇതാ നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. അങ്ങനെ ബോട്ട് സർവീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ആമിക്കുട്ടീൻ്റെ അടുത്ത കളിയും ചിരിയായിട്ട്, അല്ലെ വേറെ എന്തെങ്കിലും എല്ലാം കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ.